എന്താണ് പരിപാടി? ഞാനേ തോട്ടത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കും. ഇതാണോ തോട്ടം? എന്താ കാണിച്ചേ? നമ്മളെ വീടിന്റെ ഒരു സൈഡിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നുണ്ട്. നമ്മുടെ ഓണർ ഓൾറെഡി കുറച്ച് സാധനങ്ങളെല്ലാം കുഴിച്ചിട്ടിട്ടുണ്ട്. എന്തൊക്കെയാന്നുള്ളത് എനിക്കറിയില്ല. മെയിൻ കർഷകർ പറഞ്ഞു തരും. ഇപ്പൊ ഇവളാണിത് നോക്കി നടത്തുന്നത് തോന്നുന്നുണ്ട്. ഇവളെ എന്നെ ഏൽപ്പിച്ചത് ഇപ്പൊ ഞാനാ നോക്കല്. എന്താണ് വെള്ളം നനക്കല് മാത്രമാണോ? അല്ല, രാവിലെയും വൈകിട്ടും ഇങ്ങനെ നനച്ചു കൊടുക്കും. പിന്നെ പുതിയ പുതിയ വല്ല വിത്തൊക്കെ കിട്ടുമ്പോ അത് ഇതാവും, പാവും. നെൽകൃഷിയൊക്കെ ഉണ്ടോ? നെൽകൃഷിയല്ല. അത് കണ്ട, ഇത് ഇവിടെ നമ്മള് എന്താ പറയാ, ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോ ഇടുന്ന ഒരു ടൈപ്പ് ഇലയാണ്. കറി ഉണ്ടാക്കുമ്പോഴല്ല, ഇത് മറ്റേ മസൂണി ഉണ്ടാക്കുന്ന കാര്യമല്ലേ പറയുന്നത്? മസൂണി മാത്രല്ലല്ലോ, പിന്നെ കറിക്ക് ഇടുവോ? മറ്റേത് അത്ത എനിക്ക് കൊടുന്നു, എന്നിട്ട് കറിയിലിട്ടോ പറഞ്ഞ്. നമ്മുടെ ഫിഷും ഒനിയൻ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഇട്ടിട്ട് തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ ഈ ലീഫ് എല്ലാം ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡിഷാണത്. പിന്നെ ഇവിടെ എന്തൊക്കെ പൂച്ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നനക്കലില്ലേ? ഇത് ഇന്നലെ ഇതാക്കിയതാ. തെങ്ങിൻ തൈ ആണോ? തെങ്ങിന്റെ തൈ. അത് വേപ്പില കണ്ടാ. ഇതെന്താന്ന് എനിക്കറിയില്ല കേട്ടാ. ഇത് കുഴിച്ചിട്ടൊന്നും ആവൂല, ഇത് ഇങ്ങനെ ഉണ്ടായതായിരിക്കും. പക്ഷെ എന്തോ ഒരു സാധനമാണ് ഇത്. എന്താന്നറിയോ താൻചേ? ഇതെന്താ? ചാമ്പ. ചാമ്പക്ക? ഇത് ഉണ്ടായിട്ടില്ല. സീരിയസ്ലി നോക്ക്, എന്ത് ചാമ്പയെന്നറിയില്ല. അതായത് ഈ ആപ്പിൾ ചാമ്പയ്ക്കാണ് തോന്നുന്നുണ്ട്. മറ്റേ ചാമ്പക്ക ഇവിടെ അധികം ഉണ്ട്, ഐലൻഡിലുണ്ട്. ഇത് പിന്നെ നമ്മുടെ നാരങ്ങല്ലേ, നാരങ്ങന്റെ ചെടിയല്ലേ? കായ്ച്ചിട്ടില്ലല്ലോ ഇത്? ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞ സമയത്ത്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ട് ഇല്ലേ, അതിന്റെ വെട്ടിക്കൊടുത്തതാ. ഇത് ഇവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നു, വെട്ടിയില്ലേ? അത് ഇവിടെ മൊത്തം ഇതായിരുന്നു. ഇവിടെ ഒരു ഓമത്തൈ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓമത്തയ്യോ? യു മീൻ പപ്പായ? ഇത് ഇവിടത്തെ നമ്മളെ മാൽദീവിയൻ മുളക്, ചില്ലി അതായത് കായിട്ട് ഇതിലുണ്ടല്ലോ. അതന്നെ കണ്ടാ. ഇത് മാൽദീവിയൻ ചില്ലി കേട്ടോ, നല്ല എരിവല്ലേ ഇത്? ഉണ്ടമുളകല്ല, അത് മറ്റേതാ, ചീനി മുളകല്ലേ? പിന്നെ ചീനിയല്ല, വേറൊരു ടൈപ്പ്. പിന്നെ ഇതൊക്കെയല്ല. അതിലെന്താന്നറിയോ? എന്തോ? അതില് വഴുതന തയ്യ. ഏതില്? ഒരു മിനിറ്റ്, ഞാൻ അപ്പൊ വരാം. ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാതും. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിഷും ചിക്കനും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ച് കണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഈ കിച്ചണിൽ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും നിൽക്കൂല, അതിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മിനിറ്റ്, ഇത് കൂടി കാണിച്ചു കൊടുക്കട്ടെ. ഇത് നമ്മളെ ഇവിടുത്തെ ഈ കൃഷിന്റെ ടൂൾസ് ഒക്കെ വെക്കുന്ന ഒരു സാധനം, അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത്. അത് മാത്രല്ല, മറ്റേ നമ്മള് തേങ്ങ പൊളിക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിന്റെ ഉള്ളിൽ. അതൊക്കെ വിറക് വെക്കും. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സംഭവം. ഈ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഈ ടൂൾസും കാര്യങ്ങളും. ഇതെന്താ, തേങ്ങ പൊളിക്കുന്നതാണോ? തേങ്ങ പൊളിക്കുന്ന സാധനം. പിന്നെ ചൂല്, എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിക്കുക. ഇത് കണ്ടോ, ആ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പറയേ. ഇത് നമ്മുടെ വഴുതനല്ലേ, വഴുതനേന്റെ തൈ. ഇതാണോ വഴുതനേന്റെ തൈ? അതാ ഭാവിക്കാണ്, ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ, ആയിട്ടില്ല. ഇന്നലെ വൈകിട്ടാക്കിയത് തോന്നുന്നുണ്ട്. പിന്നെ ഇതാ ചെടികൾ തന്നെ അല്ലേ? ഇതിലൊക്കെ ഓരോരോ വിത്തുണ്ട്. ഇതായാലെ തന്നെ. ഇത് നാരങ്ങേന്റെ വേറൊരു തൈ ഇവിടെ വന്നതാ. ഇത് നമ്മുടെ കപ്പ സ്ഥലത്ത് കപ്പ കൃഷി കണ്ടിട്ടില്ലേ? എന്നിട്ട് അതിന്റെ അടിയിൽ ഉണ്ടാവില്ല, ഇതത്ത പറയും ചെയ്ത് ഉണ്ടാവലുണ്ട്. നാട്ടിലത്തെ അത്ര ഒരു ഇത് വരുമോ? പക്ഷെ നാട്ടിലത്തെ പറഞ്ഞാൽ നല്ല വലിയതല്ല ഉണ്ടാവുക. പക്ഷെ നമ്മുടെ ഇവിടെ അത്ര വലുതല്ല. ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ്. പിന്നെ ഇത് കുമ്പളം തൈ. ഇതാ ഒക്കെ ഇപ്പൊ നട്ടതാല്ലേ? നല്ല കൊതു അടിക്കുന്നുണ്ട് കേട്ടോ.
ഇവിടെയും കപ്പ ഉണ്ട്. പിന്നെന്താ മീനാമ്പഴം. മീനാമ്പഴോ? അയച്ച ഉറുണാമ്പഴം. ഉറുണാമ്പഴോ? എന്താണ്? മീനാമ്പഴം. മീനാമ്പഴം അല്ലേ, ഈനാമ്പഴം എന്നാ പറയാ. ഞങ്ങളവിടെ മീനാമ്പഴം എന്നാ പറയാ. ഇതും മത്തേന്റെ എന്തിന്റെ ആയിട്ട് കാണുന്നു. അത് മത്തനാ, അതിന്റെ ലീഫ് കണ്ടാ അറിയാം, മത്തനാ. പിന്നെ ഇത് വഴുതനങ്ങ. ഇതൊക്കെ വെട്ടി കൊടുത്തപ്പോ നിറച്ചുണ്ടായിരുന്നു. ഇവിടെ മൊത്തം ഇവിടെ മൊത്തേ പാഷൻ ഫ്രൂട്ടിന്റെ തൈയായിരുന്നു. അത് പന്തലിച്ചിട്ട് പക്ഷെ അത് വെട്ടിക്കൊടുത്ത്. പിന്നെ ഇത് മീനാമ്പഴത്തിന്റെ വേറെ തയ്യാ. പിന്നെ ഇത് വേപ്പിന്റെ ഇല ഉണ്ടാ. നമ്മളെ നാട്ടിലത്തെ കുറച്ചും കൂടി വലിയ ടൈപ്പ് അല്ലേ ഉണ്ടാവുക, മരം. ഇത് നല്ലതാ. ഓ നല്ല സ്മെല്ല്. ഇത് മുരിങ്ങയില. ഇത് മൊട്ടടിച്ച് കഴിയാനായിക്കണ്. ഇത് ഞാന് എന്താ പറയാ, ഇടക്കിടക്ക് ഞാന് മുട്ടയിലിടും, കറി വെക്കാൻ എടുക്കും. പിന്നെന്താ അത് താളിക്കും. പിന്നെ പയറ് കണ്ടാ ഉണ്ടായിക്കണോ? പയറ് കായ്ച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഒരു വൃത്തിയില്ല അല്ലേ അത്. അതെല്ലാം എന്തോ ആകുമ്പോ ഇതായതാ തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല നല്ല വൃത്തിയുള്ളതായിരുന്നു ആദ്യം ഉണ്ടായത്. പക്ഷെ പിന്നെ ഈ മഴ പെയ്തതിന്റെ ശേഷം എന്താന്നറിയില്ല. ഈ സൈഡിലുണ്ട്. ഓ ഒരുപാടുണ്ട്. ബ്ലാക്ക് ഇത് വന്നിട്ടുണ്ട് അല്ലേ? ചെലപ്പോ ഇങ്ങനെ തന്നെയാണോ? അങ്ങനെയൊന്നും ഇതിന്റെ ഇല ഇട്ടാ ഞാൻ കഴിഞ്ഞ ആഴ്ച കറി ഉണ്ടാക്കിട്ട് പാളിപ്പോയത്. ഇതിന്റെ ഇല ഇനി കറി വെക്കുവോ? പയറിന്റെ ഇല. ഈ ദയവ് ഇത് പരീക്ഷണങ്ങൾ നടത്തരുത് കേട്ടോ. അല്ല അപ്പത്തിന് ഞാൻ കളഞ്ഞു. ഞാൻ വിശന്ന് വരുമ്പോ ചിലപ്പോ നല്ല തീറ്റ നിന്നും, പിന്നെ അറിയാം. പ്ലീസ്. മൂത്ത ഇല കാരനെ ആ ടേസ്റ്റ്. പയറിന്റെ ഇല ഒന്നും വെക്കൂല തോന്നുന്നുണ്ട്. പയറിന്റെ ഇല ഉപ്പേരി ഉണ്ടാക്കും. എനിക്ക് ഇവിടെ വേറെ ഒന്നും തിന്നല്ലാഞ്ഞിട്ട് പയറിന്റെ ഇല വെച്ചിട്ട്. എന്റെ വീട്ടിലൊക്കെ പയറിന്റെ ഇല ഉപ്പേരി ഒക്കെ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഇവിടെ തെങ്ങ് വെച്ചിട്ടുണ്ടല്ലേ? വെച്ചതാ? അത് ഇത് കുറച്ച് മുന്നേ, നമ്മള് വരുന്നതിന്റെ മുന്നേ. തെങ്ങോ? ഓ ഇത് അവിടെ ഒരു ഷിബിനെ വെച്ചിട്ടുണ്ട്. ഇത് ഈ അടുത്ത് വെച്ചൊരു ഷിബിയാണ് കേട്ടോ. ഇന്റെ അത്ര ഹൈറ്റ് തന്നെ ഉണ്ടല്ലോ. കറക്റ്റ് ആണ്, രണ്ടും കറക്റ്റാ. വാഴകൾ. പിന്നെതാ പപ്പായന്റെ വേറൊരു തൈ. നമുക്ക് അത് വേണമെങ്കിൽ കുഴിച്ചിടാം, മുളക്. ഇത് വളമായിട്ട് എന്താ ഇടുകയെന്നറിയോ? ഇവിടെ മീനിന്റെ ഒക്കെ വേസ്റ്റ് ഇല്ലേ, അതൊക്കെ ഇടലുണ്ട്. പിന്നെ ഈ നമ്മള് നടുന്ന കൃഷിയുടെ ആ ഒരു ഭാഗത്തെ മണ്ണ് വേറെ മണ്ണാടുക. അതൊക്കെ ദത്തൊക്കെ കൊടുന്നേരും. ആ കുഴിയിൽ വീഴണ്ടാ. ഇല്ല, ഈ അടുത്തൊരു കുഴിയിൽ ഞാൻ ചാടിയിട്ടുള്ളൂ. ഇനി ഇപ്പൊ അടുത്തൊന്നും ചാടൂല. അതേതാ കുഴി? നൈസായിട്ട് എനിക്കിങ്ങനെ വെക്കാണല്ലേ. ഇത് കുപ്പി വെച്ച് കൊടുത്തിക്കണെന്താ? അത് പേര കണ്ടാകുമ്പോ പേരക്ക കണ്ടാ. അത് കാക്കി ഇതൊന്നും കൊത്താതിരിക്കാനാണോ? അത് വലുതാവാൻ വേണ്ടിട്ട്. വലുതാവാൻ വേണ്ടിട്ടല്ല, കിളികളെ ഒന്ന് കൊത്താതിരിക്കാൻ വേണ്ടിട്ടാ. അതിന് വേണ്ടിട്ടാ. കൊതു കൊട്ടിച്ച ആകെ കണ്ട് സീനായിക്കണ. നോക്ക്, നല്ല കൊതു. അതെന്താ ദാൻഷിനെ മാത്രം അങ്ങനെ കടിക്കുന്നത്? നല്ല മനുഷ്യന്മാരെ കൊതു ഒന്ന് കടിക്കുന്നു പറയണേക്കാം. എന്നെ കടിക്കുന്നില്ലല്ലോ? എന്നെ കടിക്കാൻ ചാൻസ് ഇല്ല. വേറെ മുളക് കുഴിച്ചിട്ടുണ്ടോ? ഉണ്ട് ചെയ്യുന്നുണ്ട്. എവിടെ? ഞാനേ വേറെ കോമഡി ഉണ്ട്. ഞാൻ നമ്മൾ ഉപ്പേരി വെക്കുന്ന പയറാന്ന് വിചാരിച്ചിട്ടേ ഈ സാധനം എടുത്തിട്ട് കുഴിച്ചിടാൻ നോക്കി. പിന്നെയാണ് ഞാൻ ആ വലിയ സത്യം മനസ്സിലാക്കിയത്. ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചെറുപയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപ്പേരി വെക്കുന്ന പയറിന് ആ സാധനം ഉണങ്ങിയത് കിട്ടണം അല്ലേ? അത് മരത്തുമ്പോ വന്നിട്ട് അതായത് ഇപ്പൊ ഇത് ഈ പയർ കുഴിച്ചിട്ട് നോക്കണോ? ഇതിനുള്ളിൽ കുരുണ്ടോന്നോ? ആഹാ, അതൊക്കെ അറിയോ? അറിയണ്ടേ. നല്ല ഉണങ്ങിയത് കിട്ടണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സാധനം ഇനി പറിക്കണ്ട. ഇത് പറിക്കാതെ വെച്ചാൽ കിടന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അത് കുഴിച്ചിട്ട് നോക്കാം. ഉണ്ടാവണേ ഉണ്ടാവട്ടെ. മുളക് എന്തായാലും കുഴിച്ചിട്ടിട്ടുണ്ട്, നോക്കി നോക്കാം.
മറ്റേ ഈ സൈഡിക്കൊന്നും വെള്ളമായിട്ടില്ല, അത് നനയ്ക്കോ? അത് നനച്ചു കൊടുക്കുക. പക്ഷെ ഒരു സമാധാനം ഉണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്ക് ഇങ്ങനത്തെ പരിപാടി ഇങ്ങനെ സ്പേസ് ഉള്ള കാരണല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഈ വെള്ളം നനക്കുക, ഇങ്ങനത്തെ ഈ സാധനങ്ങൾ കുഴിച്ചിടുക. ഡാൻസിന്റെ മറ്റേ വീട്ടില് അങ്ങനെ ഉണ്ടായിരുന്നോ? നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ചീര മറ്റേ സ്വയം മുളച്ചു വരും, അത് ഇടയ്ക്കെടുത്ത് കണ്ട് കറി വെച്ചിരുന്നു. പക്ഷെ എനിക്ക് വലിയ താല്പര്യമല്ല. ഒരു ഏജ് ആവുമ്പേ നമ്മളെ ഒരു മൈൻഡ് സെറ്റ് മാറുന്ന പറയുന്നത് ഭയങ്കര ശരിയാണ് കേട്ടോ. ഒരു 4 കൊല്ലം മുന്നേ ഇങ്ങനത്തെ ഈ ഒരു കാര്യങ്ങളും നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. നമ്മളെന്തേലും കുഴിച്ചിട്ടിട്ട് അത് അതിന് എന്തെങ്കിലും കായൊക്കെ ഉണ്ടാവുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മളെ വീട്ടിലുണ്ടല്ലേ അങ്ങാടിപ്പുറത്ത് കൊറേ കൃഷി ഇല്ലേ? വീട്ടിലുണ്ട്, ഉമ്മതിന്റെ കൊറേ കൃഷി, തക്കാളി, വേപ്പില, പിന്നെന്താ വഴുതന. അവിടെ ഉമ്മ അവിടെ കൊറേ കൃഷി ചെയ്യും, ഈ പപ്പായ സാധനങ്ങളെല്ലാം ചെയ്യും, ഒക്കെ ഉണ്ടാവും ചെയ്യും കേട്ടോ. നാട്ടിൽ നിന്ന് ഞാനും ഇതിനായിട്ട് അങ്ങനെ ഇറങ്ങുന്നില്ല. പക്ഷെ ഇപ്പൊ തന്ത വൈബ് ആയില്ലേ, ചിലപ്പോ അതേ കാര്യം തന്ത വൈബ്. ഞാൻ കുട്ടിയാണ്, 2-3 കൊല്ലം കൂടി കഴിഞ്ഞാൽ ശരിയാവും. മറ്റുള്ളവരെ അറിയിക്കല്ലേ താഞ്ചി 40 വയസ്സായിട്ടുണ്ട്. 40 എന്റെ എന്നോട് പറയിപ്പിക്കണ്ട. എന്റെ വീട്ടിലുണ്ട് കേട്ടോ അമ്മ. അവിടെ മുളകില്ലേ, വെള്ള മുളകുണ്ട്, മറ്റേ ചീനമുളകിന്റെ ഉണ്ട്, പിന്നെ നേന്ത്രപ്പഴം, ഞാലിപ്പൂവൻ അതിന്റെ ഒക്കെ ഇല്ലേ അത്, പിന്നെ പപ്പായ ഉണ്ട് എന്റെ വീട്ടില്. ഇത്ര നീളമുള്ളൂ ചീര എവിടെ? എന്റെ വീട്ടിലുണ്ട് ചീര. അതല്ല, ഞാൻ ഇവിടെ എവിടെ ഉണ്ട് നനക്കാൻ വേണ്ടിട്ട്. ആ എന്തിക്കൊക്കെ നല്ല ആക്ക്. കുളിച്ചിട്ടില്ലല്ലോ, കുളിച്ചിട്ട് പോരാന്നിട്ട്. ഇത് കൊറേ മുന്നുള്ളതല്ല വലിയത്. ഈ അടുത്ത് ഞാൻ നട്ടൊരു വാഴ ഉണ്ട്, അത് നനച്ചു കൊടുക്കട്ടെ? കാലും വെക്കി ആക്കല്ലേ നനച്ച. മതിയില്ലേ ഇത്? എല്ലായിടത്തും ആയില്ലേ? ഇതെന്താന്നില്ല എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും നനച്ചു കൊടുക്കാം. ഇത് ഉരുളക്കിഴങ്ങാടി. ഉരുളക്കിഴങ്ങോ? ആ, ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ ഇല ഉണ്ടാവുക. ചക്കര കിഴങ്ങാണോ? എന്തോ ഒരു കിഴങ്ങ് വർഗ്ഗാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തത്. ചുറ്റിലും ഇങ്ങനെ മതിലുള്ള നല്ലതാല്ലേ, പിച്ചിലും ഉണ്ടല്ലേ അതില്. എന്താ താഞ്ചിരുന്ന മാന്തെന്ന് കൈയടി കൊതുക് അടിച്ചിട്ട് നോക്കി നോക്ക്. നല്ല കൊതുകുണ്ട് കേട്ടോ. ഇങ്ങനെ കുളിക്കായിട്ടല്ല. അപ്പേ ഇതാണ് നമ്മളെ വീടിന്റെ ഒരു സൈഡിലുള്ള ഒരു ഏരിയ. ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് വന്നിട്ട് കൊതു അടിക്കുന്നുണ്ട് കേട്ടോ. അതേ കടന്ന് കാണിക്കുന്നത്. ഒന്ന് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് വന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈം പോവാനും, അതേപോലെ എന്തെങ്കിലുമൊക്കെ നട്ടത് മുളച്ചു വരുമ്പോ ഒരു ഹാപ്പിനെസ് ഒക്കെ അല്ലേ. അപ്പോൾ ഇത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരും. ബൈ.